ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബോൾഡ് ആൻഡ് ബൗണ്ട്ലെസ്. സമുദ്ര ഗവേഷകരെയും ചരിത്രകാരന്മാരെയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഫ്രാൻസിൻ്റെ തെക്ക് കിഴക്കൻ തീരത്ത് ഒരു കണ്ടെത്തലുണ്ടായി. മെഡിറ്ററേനിയൻ കടലിന് 1.6 മൈൽ ആഴത്തിൽ ഒരു രൂപം കാണാനിടയായി. സോണാർ റീഡിങ്ങിൽ കണ്ടെത്തിയ ഈ ഒരു രൂപം എന്താണെന്നുള്ളതായിരുന്നു പിന്നീട് ചർച്ചാ വിഷയം. ഫ്രാൻസിലെ സെൻട്രോപ്പിലെ കൽത്തട്ട് നിരീക്ഷിക്കുന്നതിനിടയിൽ ഫ്രഞ്ച് നാവികരാണ് ഇങ്ങനൊരു രൂപം സോണാർ റീഡിങ്ങിനിടയിൽ കാണാനിടയായത്. പിന്നീട് ഇതെന്താണെന്ന് അന്വേഷിച്ചു പോവുകയും ഇതൊരു കപ്പൽ തകർന്നു വീണ നിലയിൽ വർഷങ്ങളായി കിടക്കുന്നതാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. ഈ ഒരു കപ്പലിന് അവർ കാമറാറ്റ് 4 എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇതൊരു ചർച്ചാ വിഷയമാകാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, മുൻപ് 1968 നമുക്ക് ലഭിച്ചിട്ടുള്ള ഫ്രാൻസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും ആഴത്തിലുള്ള സമുദ്രാവശിഷ്ടം എന്ന് പറയുന്നത് 1.4 മൈൽ ആഴത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഫ്രഞ്ച് തീരത്ത് കണ്ടെത്തിയിട്ടുള്ളത് വെച്ച് ഏറ്റവും ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കപ്പൽ അവശിഷ്ടം. അതാണ് ഇതിനെ ഒരു പ്രത്യേകതയായിട്ട് കാണാനുള്ള കാരണം. 1968 ഫ്രാൻസിലെ ടൂലോണിന് സമീപം കണ്ടെത്തിയിട്ടുള്ള ലാമിനർ എന്ന അന്തർവാഹിനിയുടെ അവശിഷ്ടത്തിൻ്റെ റെക്കോർഡ്, അതായത് 1.4 മൈൽ ആഴത്തിൽ ഏറ്റവും ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന കപ്പൽ അവശിഷ്ടം എന്ന റെക്കോർഡാണ് ഈ ഒരു കണ്ടുപിടുത്തത്തോടു കൂടി ബ്രേക്കായിട്ടുള്ളത്. കപ്പലിനുള്ളിലെ നിധിശേഖരത്തെക്കുറിച്ച് പറയാം. ഈ ഒരു കപ്പലിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് 100 കണക്കിന് സെറാമിക് ജഗ്ഗുകളും പ്ലേറ്റുകളും ഒക്കെ ആയിരുന്നു. ഇതുകൂടാതെ 6 പീരങ്കികൾ, അതുപോലെ തന്നെ ഒന്നിലധികം നങ്കൂരങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കണക്കനുസരിച്ച് ഇറ്റലിയുടെ തന്നെ ഏതെങ്കിലും ഒരു തീരത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കപ്പലാകാം ഇതെന്നാണ് ശാസ്ത്ര ഗവേഷകർ, സമുദ്ര ഗവേഷകരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഒരു അപകട കാരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം. ഇതിൻ്റെ അപകട കാരണം മനസ്സിലാക്കേണ്ടി വരുമ്പോൾ പുറം വശത്തായിട്ട് ഒരു ഭാഗം ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാം ഈ ഒരു കപ്പലിൻ്റെ. അപ്പം ഹെവി ആയിട്ട് ലോഡ് കയറ്റിയത് കൊണ്ട് അതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ ഹെവി ലോഡ് കാരണം ഈ ഒരു കപ്പലിന് തകർച്ച ഉണ്ടായതാണെന്നാണ് സമുദ്ര ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. കാരണം 98 അടി നീളവും 23 അടി വീതിയുമാണ് ഈ ഒരു കപ്പലിനുണ്ടായിരുന്നത്. പിൻഭാഗം ഒഴിഞ്ഞു കിടക്കുന്നത് അസാധാരണമാം വിധം ചരക്കുകൾ കയറ്റിയത് കൊണ്ടാണെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു കപ്പൽ തകർന്നിട്ടുള്ളത് എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സമുദ്രത്തിനടിയിൽ രസകരമായ പല കാഴ്ചകളും അത്ഭുതപ്പെടുത്തുന്ന പല കാഴ്ചകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എൻ്റെ ഒരു ഇഷ്ടവിഷയം ഈ വാന നിരീക്ഷണം, അതുപോലെ തന്നെ സമുദ്രത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ ആയതുകൊണ്ട് ഈ ഒരു തരത്തിലുള്ള ടോപ്പിക്കുകൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകൾ ഏതാണ്, ഏത് മേഖലകളാണെന്ന് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.